നമസ്കാരം. വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ്. ഗാനത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം എടുത്തത്. 1937 മഹാത്മാഗാന്ധിയുടെയും അന്നത്തെ മറ്റ് മുതിർന്ന നേതാക്കളുടെയും നേതൃത്വത്തിൽ എടുത്ത തീരുമാനമാണ് ഇതെന്നും വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്നില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ BJP കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ദേശീയതയ്ക്ക് എതിരാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ വികാരം ആളിക്കത്തിക്കാനാണ് കോൺഗ്രസ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും BJP ആരോപിച്ചു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മീറ്റർ നിരക്കിൽ ഓട്ടോ സർവീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടിയിൽ ഓട്ടോ ഡ്രൈവറും മറ്റ് തൊഴിലാളികളും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. അങ്കമാലിയിലെ യൂസ്ഡ് കാർ സംരംഭകനായ ഡോക്ടർ ധനേഷിനാണ് ദുരനുഭവം ഉണ്ടായത്. പുലിക്കളി കണ്ടാൽ ഓക്കാനം വരുമെന്നും ഇത് കലാവൈകൃതമാണെന്നുമുള്ള നടൻ ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. തൃശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് പുലിക്കളി സംഘങ്ങൾ. മുക്കത്തിനടുത്ത് മാടാമ്പുറം വളവിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, 4 പേർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. മീറ്റർ നിരക്കിൽ ഓട്ടോ സർവീസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ യാത്രക്കാരന് നേരെ ഭീഷണിയും ആക്രമണ ശ്രമവും ഉണ്ടായതായി പരാതി. ചാലക്കുടി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാരുതി സർവീസ് സെന്ററിലേക്ക് പോകാൻ ഓട്ടോ വിളിച്ച അങ്കമാലി സ്വദേശി ഡോക്ടർ ധനേഷിനാണ് ദുരനുഭവം. മീറ്റർ ഇടാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തർക്കമുണ്ടായതെന്നും ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ധനേഷ് പരാതിയിൽ പറയുന്നു. ഞാൻ ഓട്ടം വിളിച്ചതല്ലേ, പിന്നെന്തിനാണ് ഈ മീറ്റർ വെച്ചിരിക്കാൻ ചേട്ടൻ പറയൂ? ഒന്നുമില്ല, ഈ മീറ്ററിൽ കാണുന്ന പൈസ ഞാൻ ഇറങ്ങില്ല ചേട്ടാ. പിന്നെന്തിനാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത്? പിന്നെന്തിനാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത്? ചേട്ടൻ പഠിപ്പിച്ചു വാങ്ങാം, സ്റ്റേഷനിൽ പോവാം. ചാലക്കുടി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള തന്റെ മാരുതി സർവീസ് സെന്ററിലേക്ക് പോകാനാണ് ഡോക്ടർ ധനേഷ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വിളിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഓട്ടോയിൽ കയറിയ ഉടൻ മീറ്റർ ഇടാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ ആദ്യം തയ്യാറായില്ലെന്നാണ് ധനേഷിന്റെ ആരോപണം. മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ മീറ്റർ പ്രവർത്തിപ്പിച്ചു. എന്നാൽ മീറ്റർ നിരക്കിൽ കൂടുതലായി പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ തർക്കമുണ്ടായെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് ഓട്ടോറിക്ഷ ഏകദേശം 20 മീറ്റർ മാത്രം മുന്നോട്ട് പോയ ശേഷം തിരികെ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയെന്നാണ് ധനേഷ് പറയുന്നത്. അവിടെ മറ്റു ഓട്ടോ തൊഴിലാളികളെ വിളിച്ചുകൂട്ടി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട്. മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ തള്ളി വീഴ്ത്താൻ ശ്രമിച്ചെന്നും ധനേഷ് പരാതിയിൽ പറയുന്നു. ഒടുവിൽ ഭീഷണിപ്പെടുത്തി 30 രൂപ വാങ്ങിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നും ആരോപണം. ഓട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീറ്റർ ഓൺ ചെയ്യാൻ ഞാൻ പറയുകയും ചെയ്തു. അപ്പം താൻ ഏത് നാട്ടുകാരനാണ്, ഇവിടെ മീറ്റർ ഇട്ട് ഓടില്ല എന്ന് ഡ്രൈവർ എൻ്റെ അടുത്ത് പറയുകയും മീറ്റർ ഇടില്ല എന്നും പറഞ്ഞു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോൾ ആൾ പെട്ടെന്ന് മീറ്റർ ഓൺ ചെയ്തു. മീറ്റർ ഓൺ ചെയ്ത ശേഷം മീറ്റർ ചാർജിൽ കൂടുതൽ തന്നാൽ മാത്രമേ അവിടെ ഇറക്കി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ മീറ്റർ ചാർജിൽ കൂടുതൽ തരില്ല എന്ന് ഞാൻ പറയുകയും അപ്പം തന്നെ ഏകദേശം ഒരു 20 മീറ്ററാണ് ഓട്ടോ പോയിട്ടുള്ളൂ. ജസ്റ്റ് യു ടേൺ എടുത്ത് ചാലക്കുടി ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസിൽ കൊണ്ടുപോയിട്ട് ആൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കാൻ വരികയും ഉണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്നെടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ ഫോൺ തല്ലിപ്പൊട്ടിക്കും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകാൻ നിന്നപ്പോൾ നീ എവിടെ പോകുന്നു, 30 രൂപ കൊടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. സർവീസ് ചെയ്യാതെ തന്നെയാണ് പൈസ കൊടുക്കാൻ പറഞ്ഞത്. മീറ്റർ ഇട്ടിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതിനാണ് ഇത്രയും കാണിച്ചു കൂട്ടിയത്. സംഭവത്തിൽ പരാതി നൽകുമെന്നറിയിച്ച പോലീസിനോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ പരാതി നൽകിയാലും തങ്ങൾക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയതായും ധനേഷ് പറയുന്നു. താൻ അങ്കമാലിയിൽ നിന്നാണെന്ന് മനസ്സിലായതോടെ അങ്കമാലിയിലെ നിയമം ചാലക്കുടിയിൽ നടക്കില്ലെന്നും പറഞ്ഞതായി പരാതിയിലുണ്ട്. നഗരങ്ങളിൽ ഓട്ടോറിക്ഷകൾ മീറ്റർ നിരക്കിൽ സർവീസ് നടത്തണമെന്ന നിയമം നിലനിൽക്കുകയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ധനേഷ് ചാലക്കുടി പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ഈ 30 രൂപയ്ക്കല്ല മീറ്ററിന് പോലെ ഞാൻ പറഞ്ഞു പൈസ കിട്ടിയില്ല. മീറ്ററിട്ട് ഓടില്ല. മീഡിയ ടൈം ചാലക്കുടി. പുലിക്കളിയെ വിമർശിച്ച് നടൻ VK ശ്രീരാമൻ നടത്തിയ പരാമർശങ്ങൾ വിവാദത്തിൽ. പുലിക്കളി കണ്ടാൽ ഓക്കാനം വരുമെന്നും ഇത് കലാവൈകൃതമാണെന്നുമുള്ള ഫേസ്ബുക്ക് കുറിപ്പിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. തൃശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് പുലിക്കളി സംഘങ്ങൾ. തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയെ വിമർശിച്ച് നടൻ VK ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പുലിക്കളി കണ്ടാൽ ഓക്കാനം വരുമെന്നും ഇത് കലാവൈകൃതമാണെന്നുമാണ് ശ്രീരാമന്റെ പരാമർശം. കലാപരമായ ആവശ്യത്തിനായി ശരീരത്തിലെ രൂപവൈകൃതത്തെ ഉപയോഗിക്കുന്നത് ആഭാസമാണെന്നും കുറിപ്പിൽ പറയുന്നു. പുരുഷന്മാരുടെ മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും അത് കലയ്ക്കായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നുമാണ് ശ്രീരാമന്റെ നിലപാട്. ലോകത്ത് ഇതുപോലൊരു കലാവൈകൃതം മറ്റൊരിടത്തുമില്ലെന്നും പുലിക്കളിയെ കുംഭകുലുക്കിക്കളി എന്നും കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നു. അതേസമയം പുലിക്കളിയെ ശാർദൂല വിക്രീഡിതം എന്നാണ് വിളിക്കുന്നതെന്നും ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പരാമർശത്തിനെതിരെ പുലിക്കളി സംഘങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തി. തൃശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായ പുലിക്കളിയെ അപമാനിക്കുന്നതാണ് ശ്രീരാമന്റെ പരാമർശങ്ങളെന്നാണ് വിമർശനം. പുലിക്കളിയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ തൃശൂരിന്റെ ജനകീയ സാംസ്കാരിക പാരമ്പര്യത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പുലിക്കളിയെ ചൊല്ലിയുള്ള ഈ വിവാദം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. മീഡിയ ടൈം തൃശൂർ. മുക്കത്തിനടുത്ത് മാടാമ്പുറം വളവിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ നടന്ന അപകടത്തെ തുടർന്ന് റോഡിൽ കുറച്ചു സമയം ഗതാഗത തടസ്സവും നേരിട്ടു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്ത് മാടാമ്പുറം വളവിലാണ് അപകടം. മുക്കത്ത് നിന്ന് അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 വാഹനങ്ങളും അരീക്കോട് ഭാഗത്തു നിന്ന് മുക്കത്തേക്ക് വരികയായിരുന്ന 2 വാഹനങ്ങളുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. അപകടം നടന്നയുടൻ നാട്ടുകാരും പോലീസും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റവരിൽ ചിലരെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ കുറച്ചു സമയം ഗതാഗത തടസ്സം നേരിട്ടു. സ്ഥലത്തെത്തിയ പോലീസ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഓണവിപണിയിൽ കുതിപ്പുമായി സപ്ലൈകോ. 19 ദിവസം കൊണ്ട് 207 കോടി രൂപയുടെ വിറ്റുവരവ്. 26 ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ഇതിനോടകം സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണം ഫെയറുകളിലുമായി എത്തിയത്. വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ച പ്രത്യേക ഫെയറുകളിൽ നിന്ന് മാത്രം ഏകദേശം 2 കോടി രൂപയുടെ വിറ്റുവരവും ലഭിച്ചു. ഓണം അടുത്തതോടെ സപ്ലൈകോ വിപണിയിലും വൻതോതിൽ ഉപഭോക്താക്കളെത്തി. ഈ മാസം 1 മുതൽ ഇന്നലെ ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം സപ്ലൈകോയുടെ ആകെ വിറ്റുവരവ് 207 കോടി രൂപ പിന്നിട്ടു. ഇതിൽ 72 കോടി രൂപ സബ്സിഡി ഇനത്തിലും 135 കോടി രൂപ നോൺ സബ്സിഡി ഇനത്തിലുമാണ് ലഭിച്ചത്. 19 ദിവസത്തിനിടെ ഏകദേശം 26 ലക്ഷം ഉപഭോക്താക്കളാണ് സപ്ലൈകോയുടെ വിൽപ്പനശാലകളും ഓണം ഫെയറുകളും സന്ദർശിച്ചത്. ഓണത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ച പ്രത്യേക ഫെയറുകളിൽ നിന്ന് മാത്രം ഏകദേശം 2 കോടി രൂപയുടെ വിറ്റുവരവും ലഭിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നടക്കുന്ന മെഗാ ട്രേഡ് ഫെയറുകളിലും മികച്ച വിൽപ്പനയാണ് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടത്തിയത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഫെയറിലാണ്. ഇവിടെ 32 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 13-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിൽ ആരംഭിച്ച മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഇതുവരെ 30 ലക്ഷം രൂപയുടെ വിറ്റുവരവും ലഭിച്ചു. അതേസമയം AAY വിഭാഗത്തിന് സൗജന്യമായി നൽകുന്ന 6 ലക്ഷം കിറ്റുകളുടെ വിതരണവും പുരോഗമിക്കുകയാണ്. ഇതിൽ 4,32,000 കിറ്റുകൾ ഇതിനോടകം റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാകുമെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാള ചാലക്കുടി റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ വലിയപറമ്പ് ശാഖ കുടുംബ സമ്മേളനം നടന്നു. മുൻ MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ചെത്തുതൊഴിലാളി സമര ചരിത്രവും അതിൻ്റെ പാരമ്പര്യവും ഒക്കെ. അന്തിക്കാട് എന്ന് പറഞ്ഞാൽ ചിലരുടെ ധാരണ അന്തിക്കാട് പഞ്ചായത്തിലെ അമ്പലത്തിൻ്റെ നടയാണെന്നാണ്. അന്തിക്കാട് എന്ന് പറഞ്ഞാൽ ഏനാമോ പെരുമുട്ടുകര എന്ന് പറയുന്ന പ്രദേശമാണ്. മണലൂരിൽ
അന്തിക്കാട്, താന്നി, ചാഴൂർ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ് അന്തിക്കാട് എന്ന് പറയുന്നത്. അന്തിക്കാട് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായത് ചാഴൂർ, താന്നി പഞ്ചായത്തുകളിൽ നിന്നാണ്. അതിൻ്റെ പിന്നിൽ മണലൂരാണ്, ഏറ്റവും പുറകിലാണ് അന്തിക്കാട് പഞ്ചായത്തുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് സൂചിപ്പിക്കാൻ കാരണം അന്തിക്കാടിനെ പരിചയപ്പെടുത്തുമ്പോൾ പലപ്പോഴും അന്തിക്കാട് താമസിക്കുന്നവർ മാത്രമാണ് അന്തിക്കാട് എന്ന് ധരിച്ചു പോകും. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ടാത്ത അർത്ഥത്തിൽ പറഞ്ഞതാണ്. മുൻ MLA AK ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പഴയകാല തൊഴിലാളികളെയും വിട്ടുപിരിഞ്ഞ തൊഴിലാളികളുടെ ഭാര്യമാരെയും ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, വാർഡ് മെമ്പർ സിമി ഭൂപേഷ്, യൂണിയൻ പ്രസിഡന്റ് VK ബാലൻ, ജനറൽ സെക്രട്ടറി AV ഉണ്ണികൃഷ്ണൻ, MV അനിലൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീറ്റർ നിരക്കിൽ ഓട്ടോ സർവീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചാലക്കുടിയിൽ ഓട്ടോ ഡ്രൈവറും മറ്റ് തൊഴിലാളികളും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. അങ്കമാലിയിലെ യൂസ്ഡ് കാർ സംരംഭകനായ ഡോക്ടർ ധനേഷിനാണ് ദുരനുഭവം ഉണ്ടായത്. പുലിക്കളി കണ്ടാൽ ഓക്കാനം വരുമെന്നും ഇത് കലാവൈകൃതമാണെന്നുമുള്ള നടൻ ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. തൃശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് പുലിക്കളി സംഘങ്ങൾ. മുക്കത്തിനടുത്ത് മാടാമ്പുറം വളവിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, 4 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.